പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM വിമതരുടെ വീട്ടിലേക്കുള്ള റോഡ് തകർത്തതായി പരാതി. മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ N. വിജയൻ, N. ബാലസുബ്രഹ്മണ്യം എന്നിവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് JCB ഉപയോഗിച്ച് തകർത്തത്. ഞങ്ങളിവിടെ 10-100 കൊല്ലമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി. ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി ഒരു സമൂഹവിരോധികൾ ഇന്നലെ 2 മണിക്ക് ശേഷം റോഡിന് വെട്ടിപ്പൊളിച്ച് മാറ്റുകയും ഇനി പോകാൻ വരാണ്ടാക്കി. ഇത് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. ഡോക്ടർ സിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തത്. മുഴുവതും വിഭാഗീയ പ്രവർത്തനമാണ്. ഈ വിഭാഗീയതയാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയെന്നാണ് വിമത നേതാക്കളുടെ ആരോപണം. ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് കാർ ഉപയോഗിച്ചിട്ടാണ് വിജയാനന്ദും അവരൊക്കെ പോയത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വഴി മുഴുവൻ പൊളിച്ചു മാറ്റിയ സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിയമപരമായിട്ട് വഴി അവകാശമുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റേണ്ട ഒരു കാര്യമില്ല. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴി ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ഗുണ്ടകളെ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയില്ല. പക്ഷേ ഇത് തികച്ചും പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളും വിജയാനന്ദനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെയും ഭാഗമായി രാത്രി ചില ഗുണ്ടകളെല്ലാം ഉപയോഗിച്ച് JCB ഒക്കെ ഉപയോഗിച്ച് രാത്രി 2 മണിക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയല്ല. അപ്പോൾ ഇത് നിയമപരമായിട്ടുള്ള വഴികൾ ഞങ്ങൾ ആലോചിച്ച് നിയമപരമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വഴി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതേസമയം CPM കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി ആരോപണം നിഷേധിച്ചു. തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് NM അരുൺ പ്രസാദ് പറഞ്ഞു. വഴിത്തർക്കം നേരത്തെയുള്ളതാണ്, അതിലിടപെട്ടിട്ടില്ല. ഭീഷണിയുണ്ടെന്ന് കർഷകൻ പറഞ്ഞപ്പോൾ പോയി നോക്കുക മാത്രമാണ് ചെയ്തത്. നേരത്തെയുണ്ടായ ഭൂമി തർക്കമാണിതെന്നും പാർട്ടിക്ക് പങ്കില്ലെന്നും അരുൺ പ്രസാദ് പറഞ്ഞു. പരാതി അടിസ്ഥാനരഹിതമെന്ന് സ്ഥലമുടമ ഹരിയും പ്രതികരിച്ചു. പൊതുവഴിയല്ല, തങ്ങളുടെ കൃഷിയിടത്തിലാണ് മണ്ണ് നികത്തിയത്. കൃഷി ചെയ്യാനാണ് JCB ഉപയോഗിച്ച് മണ്ണിട്ടത്. വഴി തടഞ്ഞുവെന്ന പരാതിയുമായി ആരും വന്നിട്ടില്ല. CPIM സഹായം തേടിയിട്ടില്ലെന്നും സ്ഥലമുടമ ഹരി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.